മുതിർന്ന നേതാക്കന്മാരെ ആരെങ്കിലുമൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള സാധനങ്ങളും മെറ്റീരിയൽസും കയ്യിൽ വെച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഷാഫിയും രാഹുലും. അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ മൗനം എന്ന് എനിക്ക് തോന്നുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഞാൻ ശരിയാക്കി തരുമെന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് സ്വിച്ചിട്ട പോലെ PR വർക്ക് നിന്നു, ഇവന്മാരുടെ അറ്റാക്ക്, സൈബർ അറ്റാക്ക് നിന്നൊക്കെ നിന്നു. അപ്പോൾ ഇവന്മാരെ കൺട്രോൾ ചെയ്യുന്നുള്ളത് മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് കോൺഗ്രസിൻ്റെ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് ഷാഫി പറഞ്ഞത്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരുപാട് നടത്തുന്നുണ്ട്. കോൺഗ്രസ് എന്ന വടവൃക്ഷത്തെ കാർന്നു തിന്നുന്ന ഇത്തിൽ കണ്ണിയായി ഷാഫി മാറുന്നു. ഷാഫി സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. സുധാകരൻ്റെ അടുത്ത് വരെ വെച്ചിട്ടുള്ള ഓഫർ എന്താ? ആര്യാഷ കുതിര വെട്ടാൻ അവനല്ലോ അവൻ്റെ വാപ്പാനെ കൊണ്ട് വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടില്ല എന്നുള്ളതുകൊണ്ടാണ് നിൽക്കാത്തത്. സിദ്ദിഖിൻ്റെതും നടന്നില്ല. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, കോൺഗ്രസിനകത്ത് ഒരു സ്വാതന്ത്ര്യ സമരം ആരംഭിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ, അത് ഗതികേടാണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാഫി കോൺഗ്രസ് അല്ലെങ്കിൽ ഷാഫി കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാമേജ്, അത് നമുക്ക് വിശദീകരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്നലെ പ്രശോഭ് സി വത്സൻ എന്ന ഒരു പുതിയ പെണ്ണുപിടിയനെ കൂടി ഷാഫി ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഈ പ്രശോഭ് സി വത്സൻ പെണ്ണ് പിടിക്കുന്നതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ ആയിക്കോട്ടെ. പിന്നെ കാരണം വേറെ ഒരു ഓഡിയോ എൻ്റെ അടുത്തുണ്ട്, അത് മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയിട്ടുള്ളത്. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ആ പെണ്ണിൻ്റെ അടുത്ത് ഇവൻ പറയുന്നത് എൻ്റെ ഭാര്യ അല്ലാതെ നിന്നോട് മാത്രമേ എനിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇവരെല്ലാം പറച്ചിൽ അത് തന്നെയാണ്, അങ്ങനെ തന്നെ പറയുന്നത്. മറ്റേത് പിന്നെ ലിറ്ററലി റേപ്പായിരുന്നു. അത് പിന്നെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ നിസ്സഹായതയെ ചൂഷണം ചെയ്യാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഷാഫി പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് സിബി പറഞ്ഞതുപോലെ ഒരു സ്വാതന്ത്ര്യ സമരമല്ല നടക്കേണ്ടത്, ഒരു വിപ്ലവം നടക്കേണ്ടത്, റവല്യൂഷൻ നടക്കണം. കാരണം അതിനകത്ത് പിന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയ്ക്ക് അതിനകത്തുണ്ട്. ഒരു ഭൂകമ്പത്തിന് മുമ്പുള്ള നിശബ്ദതയാണ് പല ചെറുപ്പക്കാരും ഇതിനകത്ത് വെച്ച് പുലർത്തുന്നത് എന്നുള്ളത് കൃത്യമായി എനിക്കറിയാവുന്ന ഒരാളാണ് ഞാൻ. പ്രതിഷേധമുള്ള ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തല പൊക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷാഫിക്ക് അങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ മുതിർന്ന നേതാക്കന്മാരെ ആരെങ്കിലുമൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള സാധനങ്ങളും മെറ്റീരിയൽസും കയ്യിൽ വെച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഷാഫിയും രാഹുലും. അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ മൗനം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മടിയിൽ കനമില്ലാതെ നിന്ന് പോരടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഞാൻ ശരിയാക്കി തരുമെന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് സ്വിച്ചിട്ട പോലെ PR വർക്ക് നിന്നു, ഇവന്മാരുടെ അറ്റാക്ക്, സൈബർ അറ്റാക്ക് നിന്നൊക്കെ നിന്നു. അപ്പോൾ ഇവന്മാരെ കൺട്രോൾ ചെയ്യുന്നുള്ളത് മനസ്സിലായി. ഷാഫി നല്ലൊരു സംരംഭകനാണ്, ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് കോൺഗ്രസിനകത്ത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് കോൺഗ്രസിൻ്റെ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് ഷാഫി പറഞ്ഞത്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരുപാട് നടത്തുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന കുഴപ്പങ്ങളുണ്ടായിരിക്കണം, ഗുണങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ്. ഇന്ന കുഴപ്പങ്ങളുള്ള ആളുകൾക്ക് പ്രത്യേക പ്രയോറിറ്റി കിട്ടും എന്നുള്ളത്. നെഗറ്റീവ്സാണ് ഷാഫി കാണുന്ന പോസിറ്റീവ്. ഗുണങ്ങളുള്ള, നേതൃഗുണങ്ങളുള്ള, സത്യസന്ധരായ, ആത്മാർത്ഥമായ ഗാന്ധിയൻ കോൺഗ്രസിൻ്റെ വഴി പിന്തുടരുന്ന ആളുകളാണെങ്കിൽ അവർ അയോഗ്യരാണ്. അത് ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് കാണുന്നൊരു സ്വഭാവം ഷാഫിക്കുണ്ട്. ഷാഫി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കുമ്പം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചു. അതൊക്കെ എക്സ്പേർട്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഷാഫിയുടെ കണക്കൂട്ടലില്ല. അതൊക്കെ മെച്ചുവേർഡായി. ഇനിയിപ്പോൾ വിഡ്രോ ചെയ്യാൻ സമയമായി. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തതാണ്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായെന്നുള്ളത് മനസ്സിലായി. എല്ലാവരും ഗംഭീര ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാരും തയ്യാറാവത്തില്ലെന്നല്ല, ഒരു പാർട്ടിയിലും ആരും തയ്യാറാവാതിരിക്കട്ടെ എന്നുള്ളതാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലാകെ നടന്ന ഭ്രൂണഹത്യ നടത്തുന്നത്, ബന്ധങ്ങളുണ്ടാവുന്നു, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, സെക്സിൽ ഏർപ്പെടുന്നു, ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും സങ്കുചിതമായ ഒരു ചിന്താഗതിയും എനിക്കില്ല. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവുന്നു, അതൊന്നും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് നമ്മളെ ബിസിനസ് അല്ല, അത് അവരുടെ കാര്യമാണ്. ഇനിയിപ്പം പിന്നെ ഷാഫിയെക്കുറിച്ച് പോലും എനിക്ക് ഷാഫിയുടെ പേഴ്സണൽ ചോയ്സ്, ഒരാൾ ഗേ ആവുന്ന അല്ലെങ്കിൽ ഹോമോസെക്സിൽ താല്പര്യം ഉണ്ടാവുന്ന അതിനകത്തൊന്നും നമുക്ക് എതിർപ്പില്ല. ഡാഫഡിൽസ് എന്ന് പറയുന്ന കവിതയ്ക്കകത്ത്, വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്, പോയറ്റ് കുഡ് നോട്ട് ബി ബട്ട് ബി ഗേ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഞാൻ ഗേ എന്നുള്ള വാക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് ഹോമോസെക്സ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഷാഫി സ്വന്തമായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന വടവൃക്ഷത്തെ കാർന്നു തിന്നുന്ന ഇത്തിൽ കണ്ണിയായി ഷാഫി മാറുന്നു. ഷാഫി സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. സുധാകരൻ്റെ അടുത്ത് വരെ വെച്ചിട്ടുള്ള ഓഫർ എന്താ? ജയന്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ ചർച്ചയ്ക്കകത്ത്. ജയന്ത് ഉണ്ടായിരുന്നു, സുധാകരൻ്റെ പിന്നെ ബന്ധു ഉണ്ടായിരുന്നു, ദുബായ് ബിസിനസ്സുള്ള ഒരു ആളെ പേര് ഇപ്പോൾ പറയുന്നില്ല. സുധാകരൻ്റെ അടുത്ത് പോയിട്ട് വയസ്സുകാലത്ത് പോയിട്ട് പറഞ്ഞ് നിങ്ങളെ ഞങ്ങൾ CM ആക്കാം. ആദ്യം KC അടുത്ത് പിടിക്കാൻ നോക്കി, മീഡിയ ഒറ്റപ്പെടുത്താൻ വേണ്ടി. KCക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് ബുദ്ധിമുട്ടാവും എന്നുള്ള ബാധ്യതയാവും തോന്നി. ഇപ്പോൾ KC മെല്ലെ തള്ളുന്നു എന്ന് കണ്ടപ്പോഴാണ് സുധാകരനെ പോയിട്ട് CM ആക്കാം എന്ന് പറഞ്ഞിട്ട് പ്രലോഭിപ്പിക്കുന്നത്. അങ്ങനെയാണ് സുധാകരൻ പറഞ്ഞത്, നല്ല കുട്ടിയാണ്, ഓനോട് ഞാൻ സംസാരിച്ചു, ഓന് നിരപരാധി, ഓൻ തെറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സുധാകരേട്ടൻ്റെ കൂടെ തന്നെ 2019 തൊട്ട് 24 വരെ MP ആയി ഒരുമിച്ച് ദില്ലിയിലോട്ട് ഒരേ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരുന്ന മറ്റൊരു MP, അയാളുടെ മകളും ഇതിന് ഇരയായതാണ്. അയാൾ വിളിച്ചിട്ട് സുധാകരനെ വാട്സപ്പിൽ വിളിച്ചിട്ട് കോൺഫറൻസ് കോളിനകത്ത് വിളിച്ചിട്ട് സുധാകരൻ്റെ അടുത്ത് ചോദിച്ചു, സുധാകരേട്ടാ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും കൂടി മോളല്ലേ എന്ന് ചോദിച്ചപ്പോൾ സുധാകരേട്ടനാകെ വിഷമമായി. അയാൾ സത്യത്തിൽ പാവമാണ്.
ഇവന്മാർ പോയി മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞപ്പം കയറ്റി വിടുക, പൊക്കി വിടുക. ഓരോരുത്തരും അങ്ങനെയാണ് ഇവർ ക്യാൻവാസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് SDPI പോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾക്ക് കോൺഗ്രസുമായിട്ട് പിന്നെ ചേർന്ന് പോകാൻ കഴിയുന്ന അവസ്ഥ ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. അതാലോചിച്ച് നോക്കൂ. മുസ്ലിം ലീഗ് പോലും അവരുമായിട്ട് കൈ കൊടുത്തിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ പല ആൾക്കാരും SDPIക്കാരാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മുന്നണിയെ കൊണ്ടുപോയിട്ട് SDPIയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുത്തത് പിന്നെ പാലക്കാട് ബൈ ഇലക്ഷനകത്താണ്. SDPIക്കാരും വിജയാഹ്ലാദ പ്രകടനം നടത്തി. അവരും പിന്നെ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച് ക്യാമ്പയിന് പങ്കെടുത്തു. അവരുടെ കൊടിയും കൂടെ കൊണ്ടുവന്നു. ഇതൊക്കെ കേരളത്തിനകത്താണ് നടക്കുന്നതെന്നുള്ളത് ആലോചിക്കണം. ആരാ അരിയും മലരും കാത്തു വെച്ചോളൂ, കുന്തിരിക്കം കത്തിച്ചോളൂ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആളുകളെ കൊണ്ടുവന്ന് കൂടെ കൊണ്ടുവരിക എന്ന് കരുതിയിട്ട് ഷാഫി വ്യക്തിപരമായ വർഗീയവാദിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ശ്രദ്ധിക്കേണ്ടത് ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം തന്നെ എടുത്ത് നോക്കണം. മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വിഭജിച്ചു കൊണ്ടുവന്നത്. ജവഹർലാൽ നെഹ്റുവിനും അതിന് താല്പര്യമായിരുന്നു. ഗാന്ധിജിക്ക് മാത്രമാണ് ആ വിഭജനത്തിൽ വേദന ഉണ്ടായിരുന്നത്. കാരണം ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യ, ജിന്നയ്ക്ക് പാകിസ്ഥാൻ എന്നുള്ളത്, രണ്ടുപേർക്കും പ്രധാനമന്ത്രിമാരാവണം. അങ്ങനെ കൊണ്ടുപോകുമ്പം അവിടെ മുസ്ലിം വർഗീയതയാണ് മുഹമ്മദ് അലീനെ കത്തിച്ചത്. പക്ഷേ പേഴ്സണലി ഒരു പ്രാക്ടീസിങ് മുസ്ലിം പോലും ആയിരുന്നില്ല മുഹമ്മദ് അലീന. തീർച്ചയായിട്ടും അയാൾ മദ്യപിക്കുമായിരുന്നു, അയാൾ പന്നിയിറച്ചി കഴിക്കുമായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അയാൾ നിരക്ഷരരായ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ വർഗീയത കുത്തിവെക്കുകയും അതിൻ്റെ ഫൈനൽ ബെനിഫിഷ്യറി ആയിട്ട് അയാൾ മാറുകയും ചെയ്തു. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, വർഗീയത കത്തിക്കുക. പക്ഷേ ഇയാൾ പേഴ്സണലി അയാൾക്ക് വർഗീയതയില്ല, മതവും ഇല്ല, ഒരു കുന്തവും ഇല്ല, ഒന്നുമില്ല. നിലമ്പൂർ ബൈ ഇലക്ഷന് പോയിട്ട് MP-യുടെയും MLA-യുടെയും കാറിലല്ലാതെ വേറെ സ്വകാര്യ വണ്ടിക്കകത്ത് പോയിട്ട് അവരെ ചിങ്കിടികളെ വിട്ടിട്ട് ബിയർ വാങ്ങി ഹോട്ടൽ റൂമിലിരുന്ന് അടിച്ചിരുന്നിട്ട് റീൽസ് വിട്ടവൻ എന്തായിരുന്നാലും ഇസ്ലാം മത വിശ്വാസി അല്ലെന്ന് ഉറപ്പാണല്ലോ. മദ്യം നിഷിദ്ധമാണ് ഇസ്ലാം മതപ്രകാരം. അങ്ങനെ ബിയർ അടിച്ചവൻ ഇസ്ലാം മത വിശ്വാസം പോലും പ്രാക്ടീസിങ് മുസ്ലിം പോലും അല്ല. വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ ആൾക്കാരെ കാണിക്കാൻ പോകുന്നുണ്ടാവും. പക്ഷേ വർഗീയതയെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വർഗീയത ഉണ്ടാക്കി വെക്കുകയും ആ മുസ്ലിം വർഗീയതയുടെ ആ കൺസോൾട്ടേഷനെയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാലത്തെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നതിനകത്ത് ഈ പറഞ്ഞ കക്ഷിക്കകത്ത് വലിയ പങ്കുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്നയുടെ ചരിത്രം എടുത്ത് പറഞ്ഞത്. വേലിപ്പാലം പോലെ ഇവരും മൂക്കിൻ്റെ പാലം എന്തോ പോയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമായിരുന്നു. നമ്മളെ പിന്നെ വയനാട്ടിലെ വേലിപ്പാലം പോലെ എന്തോ വലിയ സംഭവമായിട്ട്. വേലിപ്പാലത്തിന് ശേഷം പിന്നെ ഷോഫിക്ക പാലമായി കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച. മറ്റേത് അത് കാണാൻ വേണ്ടി ആൾക്കാർ, കാരണം വിശ്വവിഖ്യാതമായ മൂക്കിനകത്ത് മൂക്ക് കാണാൻ വേണ്ടി ഫീസ് വെച്ചതുപോലെ. അതുമാത്രമല്ല മറ്റവരെ ആശ്വസിപ്പിക്കലോ അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങാണ്ടില്ല. ഇപ്പം അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതായ. ഗവൺമെൻറ് ആശുപത്രിയിൽ എവിടെയും പോയിട്ടില്ല, മെഡിക്കൽ കോളേജിൽ എവിടെയും പോയിട്ടില്ല. അതുമല്ല ക്രെഡിബിൾ ആയിട്ടുള്ള വേറെ ആശുപത്രി പോയിട്ടില്ല. ബേബി മെമ്മോറിയലിൽ എന്തൊക്കെ പരിപാടികളാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ലീഗിന് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. നിലമ്പൂർ റീൽസ് ഇട്ട് കളിച്ചപ്പോൾ കൂടെ റീൽസ് ഇട്ട് കളിക്കാൻ റീൽസ് കുട്ടപ്പന്മാരെന്നുള്ള പേരങ്ങനെയാണ് നമ്മളെ ഇടുന്നത്. റീൽസ് ഇട്ട് കളിച്ചപ്പം PK ഫിറോസ് അവരെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ UDYF-ന്റെ, അതായത് ഐക്യജനാധിപത്യ മുന്നണിയിലെ യുവജന സംഘടനകളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയപ്പം യൂത്ത് ലീഗിൻ്റെ ആൾക്കാരാണ് പറഞ്ഞത്. PK ഫിറോസിനോട് പറഞ്ഞത്, നിങ്ങളിവിടെ റീൽസ് ഇട്ട് കളിക്കുക, അവരെ കൂടെ വണ്ടിമേ കയറിയിട്ട് നാടകം കളിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കാൻ, ഞങ്ങളൊക്കെ ഇവിടെ വെയിലുകൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞത്. ചാണ്ടിമനെ പോലെയുള്ളവർ അവിടെ പിന്നെ വീടുകൾ കയറി. ബാക്കി ലീഗിൻ്റെ ആൾക്കാർ ഇവരെല്ലാം കയ്യിൽ നിന്ന് എണ്ണ, ഹോട്ടലിൽ റൂം കിട്ടാനില്ല, കയ്യിൽ നിന്ന് വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് അവിടെ പോയിട്ട് വെയിലത്ത് വീട് കയറിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഉമ്മാർ റീൽസ് ഇടുക, പൗഡർ കൂട്ടന്മാർ റീൽസ് ഇട്ട് കളിക്കുക. അല്ല, ഇതിനകത്ത് അറിയാതെ പെട്ടുപോകുന്നൊരു ടീമുണ്ട്. RMPക്കാർ ഇപ്പോഴും ഷാഫിയെ കൊണ്ടുനടക്കുക. RMPക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രമചേച്ചിക്കാണെങ്കിലും RMPയുടെ കൂടെയുള്ളവർ ശുദ്ധന്മാരാണ്. ഇവർക്ക് ഇപ്പോഴും ഷാഫി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അച്ചൂമ്മൻ പോലും ആ കിണി വീണതല്ലേ, നോമിനേഷൻ കൊടുക്കാൻ നേരത്ത് പോയപ്പോൾ ഞാനും കിണി വീണതല്ലേ. ഭാവി മുഖ്യമന്ത്രി ആവണമെന്ന് ഷാഫിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നല്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വന്നപ്പോഴല്ലേ ഷാഫി എന്താണെന്നുള്ളത് നമ്മളടുത്ത് പലരും മെറ്റീരിയൽസ് ചെയ്യും, നമ്മൾ പഠിക്കുകയും നമ്മൾ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്യുകയും എവിഡൻസുകൾ നമ്മുടെ അടുത്ത് വന്നു തുടങ്ങിയപ്പോഴാണല്ലോ നമ്മളിത് പൊളിച്ചെടുക്കാൻ തുടങ്ങിയത്. അപ്പം തെറ്റിദ്ധരിപ്പിക്കാനും ഒരു കപട പിന്നെ ഇമേജ് ഉണ്ടാക്കി വെക്കാനും നമ്മളെപ്പോലും അട്രാക്ട് ചെയ്യാനും കഴിയുന്ന, ഞാനൊക്കെ സത്യത്തിൽ ആളുകളെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ വലിയ മിടുക്കനാണെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഷാഫിക്ക് എന്നെ വിഡ്ഢിയാക്കാൻ പറ്റി. ഞാൻ ഷാഫിക്ക് അനുകൂലമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി നാടകങ്ങളിൽ, പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ കൊടുക്കലുണ്ട്. അവൻ്റെ ബ്രാൻഡ് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൃത്രിമമാണ്. സാധാരണഗതിയിൽ ആശ്ലേഷിക്കലുണ്ട്, ക്ഷയിക്കാൻ കൊടുക്കലുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. മറ്റേതൊരു പുതിയൊരു സാധനം ഇറക്കുക, അതൊന്നും പൊളിറ്റിക്കലല്ല, രാഷ്ട്രീയത്തിനകത്ത് പരിചിതമായിട്ടുള്ളൊരു കാര്യമല്ല. വേറൊന്നും ഉമ്മൻചാണ്ടി കിടക്കുമ്പോൾ, ആശുപത്രി കിടക്കുമ്പോൾ ചെയ്ത പണി നമുക്കറിയാമല്ലോ. ഫോണും ഇനി ഇയാളെ കൂടെ നടന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ഉമ്മൻചാണ്ടി സജസ്റ്റ് ചെയ്ത ജയസഹലിനെ വിട്ട് അവൻ്റെ സർട്ടിഫിക്കറ്റ് വരെ മാറ്റിച്ചിട്ട് അവനെ വെട്ടിയിട്ടല്ലേ മറ്റവനെ കൊണ്ടുവന്നിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കിയത്. ബാക്കിയുള്ളവരെല്ലാം ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യില്ലേ. സിദ്ദിഖിനെ വെട്ടാനുള്ള ശ്രമം നടത്തിയില്ലേ. കൽപ്പറ്റ സീറ്റിലെ ശ്രേയാംസ് കുമാറിനെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സിദ്ദിഖ് നിയമസഭയിലോട്ട് ജയിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചതല്ലേ. ആരെയുള്ള ഷോക്കത്തിനെ പറ്റി വെട്ടാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. ആരെയുള്ള ഷോക്കത്തിനെ വെട്ടാൻ അവനല്ലോ അവൻ്റെ വാപ്പാനെ കൊണ്ട് വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് നിൽക്കാത്തത്. സിദ്ദിഖിൻ്റെതും നടന്നില്ല, കാരണം കേസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു സിദ്ദിഖിനെ, അതുകൊണ്ട് അത് നടന്നില്ല. ഇല്ലെങ്കിൽ ശ്രേയാംസ് കുമാറിനെ കൊണ്ടുവന്നിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ മുഖ്യ അത് ആക്കിയത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനായിരുന്നു. ഇവൻ വർക്കിംഗ് മിനിസ്റ്ററിൻ്റെ കൂടെ. ഷാനിബ് കോൺഗ്രസ് വിട്ടു പോയത് ഇവൻ്റെ
ഇതുകൊണ്ടല്ലേ. സാരിൻ കോൺഗ്രസ് വിട്ടുപോയത് ഇവൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലേ. റിയാസ് മുക്കോളിയെ മൂലക്കാക്കിയത് ഇവനല്ലേ, 5 വർഷം പട്ടാമ്പിയിൽ പണിയെടുത്തിട്ടുള്ളത്. ശബരിനാഥനും ദിവ്യയ്ക്കും എതിരായിട്ടുള്ള സൈബർ അറ്റാക്ക്, ദിവ്യയുടെ ലൈനിൽ പോകുന്നു, ശബരിനാഥിൻ്റെ ലൈനിൽ പോകുന്നു. ശബരിനാഥ് നല്ല മാന്യനായ രാഷ്ട്രീയക്കാരനാണ്, ജി കാർത്തികേയൻ്റെ മകനാണ്. അതിന് ദിവ്യ ജോലിയുമായി ബന്ധപ്പെട്ട് വേറെ എവിടെയെങ്കിലും അസോസിയേറ്റ് ചെയ്യുന്നത് ഇതിനായിട്ട് ലിങ്ക് ചെയ്തിട്ട് ശബരിക്കെതിരായിട്ടുള്ള സൈബർ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്, സൈബർ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഇവരാണ് നടത്തിയിട്ടുള്ളത്. ചാണ്ടിയുമ്മനെതിരായിട്ട് ചാണ്ടിയുമ്മനെ ഒരു വിഡ്ഢിയാക്കിയിട്ട് അവതരിപ്പിച്ചിട്ട് സൈബർ ക്യാമ്പയിൻ നടത്തിയത് ഇവരുടെ ടീമാണ്. ഒരു ക്രിമിനൽ സംഘമാണ്. അത് മാത്രമല്ല, ഇവനുള്ള വീക്ക്നെസ് ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോൾ പ്രകൃതി വിരുദ്ധമൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ഒരിക്കലും ഒന്നിനും പ്രകൃതി വിരുദ്ധമല്ല. അങ്ങനെ അല്ല, പ്രകൃതി വിരുദ്ധം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതിനകത്ത് ശരികേടുണ്ടെന്നുള്ള അഭിപ്രായമാണ് ഞാൻ. എന്നാൽ അതിനകത്തൊരു പ്രകൃതി വിരുദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പം നമ്മൾ പറയുമ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ പറയുമ്പം പ്രകൃതി വിരുദ്ധം എന്ന് പറയാൻ കാരണം വേറെ കാര്യമുണ്ട്. പട്ടിയും പൂച്ചയും കോഴിയും ആടും സിംഹവും പുലിയും പാമ്പും ഒന്നും ചെയ്യുന്നില്ല. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സിബി അവിടെയാണ് നമ്മൾ പറയുന്നത് സെക്ഷൽ ഓറിയൻറ്റേഷനകത്തുള്ളത് സൈക്കിക് ഇഷ്യൂ ആണത്. കാരണം പലപ്പോഴും ഉണ്ടാകുന്ന അങ്ങനെ, ഞാനത് എഴുതിയിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ ഒന്നും അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. സെക്ഷൽ ഓറിയൻറ്റേഷനകത്തുണ്ടാകുന്ന മനുഷ്യൻ്റെ അഭിരുചികൾക്കകത്ത് അവന് ഈ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ, ബാക്കിയുള്ള ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പീരിയൻസിനകത്തുനിന്നൊക്കെ വരുന്ന മാറ്റങ്ങളാണ്. ശരിക്ക് ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രകൃതി മനുഷ്യനെ എന്നുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ആകർഷണത്തിനകത്താണ്. അതിനകത്ത് വരുന്നത് സൈക്കിക് ഡിസോർഡറിലാവുമ്പോഴാണ് അല്ലാത്ത കാര്യങ്ങൾ വരുന്നത്. അപ്പം പ്രകൃതിക്കകത്ത് അത് ഉറുമ്പ് തൊട്ട് അണ്ണാൻ തൊട്ട് പാമ്പ് തൊട്ട് ആന വരെയുള്ള ദിനോസർ വരെ ഉണ്ടായിരുന്ന എല്ലാ സകല ജീവികൾക്കകത്തും ഉള്ളത് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള സെക്സ് തന്നെയാണ്. അങ്ങനെയാണ് ഈ പ്രകൃതി വിരുദ്ധത എന്ന വാക്ക് വരുന്നത്. അതൊക്കെ വിട്ടുകളയാം. മനുഷ്യന് ആ സ്പീഷീസിലൊന്നും പെടുന്നതല്ല. മനുഷ്യൻ്റെ അഭിരുചികൾക്കകത്ത് മാറ്റം വരും. ആ അഭിരുചികൾക്കകത്ത് അതിന് അനുയോജ്യരാകുന്നവർ, വശംബദ്ധരാകുന്നവർ, അവരെ വളർത്തിയെടുക്കാം. അവരെ എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അവരെ ലിഫ്റ്റ് ചെയ്യാം. അതിന് വഴങ്ങിത്തരാത്തവരെ ഞാൻ മൂലക്കിരുത്തും. അവരെ ഒന്നും, അതായത് റിയാസ് മുക്കോളിയെയും BRN ഷഫീറിനെയും JS അഖിലിനെയും ഷാനിബിനെയും ഒക്കെ ഞാൻ ശരിയാക്കി വിടും. സിദ്ദിഖിനെ എനിക്ക് ചേട്ടനെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമെങ്കിൽ നോക്കും, ഇല്ലെങ്കിൽ നടന്നില്ല എന്നുള്ള മട്ടിൽ പോകുന്ന ഒരു ക്രിമിനൽ ബുദ്ധിയിലേക്ക് പോകുന്നത് ശരിയല്ല. വടകര ഫ്ലാറ്റിലേക്കാണ് മൂന്നാമത്തെ ജീവിതം കൊണ്ടുപോകാൻ നോക്കിയത്. എന്തിനാണ് വടകര ഫ്ലാറ്റിൽ പോകുന്നത്? കണ്ടു രസിക്കാനുള്ള മൂഡ് കൊണ്ടുണ്ടെന്നുള്ളതിന് അർത്ഥം. വടകരയിൽ എന്തായാലും രാഹുലിന് ഫ്ലാറ്റ് ഇല്ലല്ലോ. അല്ല, ഈ പ്രശോഭിന്റെ വിഷയത്തിൽ തന്നെ പറയുന്നുണ്ട്, ആ പെൺകുട്ടി വീഡിയോ കോൾ വിളിച്ച് ഷാഫിയെ കാണിച്ചു പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ പ്രകൃതി വിരുദ്ധത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോൺഗ്രസിനകത്ത് ഇങ്ങനെ ലൈംഗിക ഒരു അരാജകത്വമുള്ള കുറേയധികം ആളുകളുണ്ട് എന്ന് ഉള്ള വാർത്തകളാണ് നമുക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വളരെ സുമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് MLA കുറിച്ച് ഒരു ചോക്ലേറ്റ് പോയി. അയാള് ഡൽഹിയിൽ ഒരു പഴയ MP പിയൂണായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് നടത്തിയ പ്രകൃതി വിരുദ്ധതയെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾ നടുങ്ങിപ്പോവാണ്. അതുകൂടാതെ തന്നെ ഈ UDF ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളൊക്കെ ഇപ്പൊ തന്നെ UDF അധികാരം കിട്ടി എന്നുള്ള രീതിയിൽ എത്ര സ്ത്രീകൾക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകി, എന്തെല്ലാം ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത് എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നടുങ്ങിപ്പോവുകയാണ്. കാരണം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു പറ്റം നേതാക്കളാൽ നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് അതമ്പതിച്ചിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ K കരുണാകരനും AK ആന്റണിയും പട്ടം താണുപിള്ള തുടങ്ങി R ശങ്കർ തുടങ്ങി ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രയേറെ അധികായകന്മാരായിട്ടുള്ള ആളുകൾ നയിച്ചിരുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഗതികേട് എന്ന് പറയുമ്പോൾ രാജൻഭായ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അല്ല, യാതൊരു സംശയമില്ല. കോൺഗ്രസിനകത്ത് റെവല്യൂഷൻ നടക്കേണ്ടതുണ്ട്. കാരണം ഈ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സംസ്കാരം ഇല്ലാത്ത ആളുകൾ, CPM നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്, CPM നിലനിൽക്കണം. ഇവിടെ ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് നമ്മളെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം കോൺഗ്രസും CPM ഉം CPI ഉം ഈ പറയുന്ന BJP യും ലീഗും എല്ലാം ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏകകക്ഷി ഭരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം ഇല്ലാതായി. പക്ഷേ ഈ പാർട്ടികൾ ആദ്യം ജനാധിപത്യത്തിനകത്ത് മറ്റേ പാർട്ടികളെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അതിനകത്ത് പ്യൂരിഫിക്കേഷൻ നടക്കണം, ഇവരുടെ അതിനകത്ത് ഫിൽറ്ററിങ് ഉണ്ടാവണം. ഇവരുടെ അതിനകത്ത് ഇതിന് കൊള്ളാത്തവന്മാരെ, ആ സംസ്കാരം ഇല്ലാത്തവരെ, കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഇല്ലാത്തവരെ CPM വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കോൺഗ്രസ് സംസ്കാരം ഇല്ലാത്തവരെ ഇവർ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കോൺഗ്രസ്സുകാർ അങ്ങനെയുള്ളവരെ അവർക്ക് മണമിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പണിയെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരും കുറ്റവാളികളാണ്. അത് മാത്രമല്ല, ഇപ്പം CP ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സജന ബി ഷാജൻ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് സജന ബി ഷാജൻ പറഞ്ഞതെന്താ, ഈ വിഷയങ്ങളെല്ലാം ഷാഫിക്കറിയാം. ഷാഫി എന്ത് നടപടിയെടുത്തു? അങ്ങനെയുള്ളവനെ പിന്നെയും കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷനാക്കാനും കൂടെ പ്രവർത്തിച്ചപ്പോഴേ ഈ തോന്നിയാസം കാണിക്കുന്നവനെ പിന്നെ പാലക്കാട് കൊണ്ടിട്ട് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് അവൻ്റെ വക, അവൻ ഇനി ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ദയവേത് കൊണ്ടുവരുന്നുള്ള വേണ്ട. ഈ പ്രശോഭ് വത്സനെ കുറിച്ച് എന്താ പറഞ്ഞത്? എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണെന്ന് പറയുന്ന വീഡിയോ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാവരും ഇട്ട് അലക്കുന്നുണ്ട്.
ഇതെല്ലാം പറഞ്ഞ് അപ്പം ഷാഫിയുടെ പിന്നെ റിക്രൂട്ട്മെൻറ്റ് അത് മുനിസിപ്പൽ കൗൺസിലർ തൊട്ട് പഞ്ചായത്ത് മെമ്പർ തൊട്ട് MLA വരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പിന്നെ ബൂത്ത് പ്രസിഡന്റ് തൊട്ട് അധ്യക്ഷൻ വരെ ആക്കാനുള്ള ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നിർവചിക്കേണ്ടത്. ആ ക്രൈറ്റീരിയ ഒന്ന് മാത്രമാണെന്നുള്ളത് നമുക്ക് വ്യക്തതയുണ്ട്. പിന്നെ ഉള്ളത് ഈ മാഫിയ കൂടെ നിൽക്കുക വേണ്ട. ഷഹനാസ് പറഞ്ഞല്ലോ, ഷഹനാസിനെ കുറിച്ചുള്ള എനിക്ക് ഷഹനാസിനായിട്ട് പൂർണ്ണമായിട്ട് ഐക്യമൊന്നുള്ള യോജിപ്പൊന്നുള്ളൂ ഇല്ല, പല കാര്യങ്ങളും വിയോജിപ്പുണ്ട്. പക്ഷേ ഷഹനാസ് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഷാഫി നിഷേധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഷാഫി നിശ്ചയിച്ചിട്ടില്ല, സൈബർ ടീം നിശ്ചയിച്ചിട്ടുണ്ട്. ഷാഫി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാണി പ്രയാഗിൻ്റെ വിഷയത്തിനകത്ത്, വാണി പ്രയാഗിൻ്റെ ശോഭാസുബിൻ്റെ വിഷയത്തിനകത്ത് ഷാഫി അത് അറിഞ്ഞപ്പോൾ ഷാഫി അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ സോൾവ് ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ എവിടെയാണ് ഷാഫി നിൽക്കുന്നത്? ഷാഫി ഇത്തരം വിഷയങ്ങൾക്കകത്തുള്ള താല്പര്യം എന്താ? ഇപ്പോൾ വത്സൻ്റെ കേസ് മാത്രമല്ല, AB ഗോപിനാഥ് എന്താ പോകാനുള്ള കാരണം എന്താ? AB ഗോപിനാഥ് പോകാനുള്ള ഈ ഷാഫിസം വന്നതിന് ശേഷമാണ്. തങ്ങളെപ്പറ്റി ചതിച്ചോരാ, തങ്ങളെ മയ്യത്ത് കാണിക്കരുതെന്ന് തങ്ങൾ പറഞ്ഞതാ. പട്ടാമ്പിൽ പട്ടിയുടെ വിലയില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പട്ടാമ്പിൽ അവന് കിയാമനാൾ വരെ അവന് കട്ടാമ്പിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ പറ്റത്തില്ല, അവൻ്റെ സ്വന്തം പാടിന്ന് പഞ്ചായത്തിലോട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. പട്ടാമ്പിലുള്ള കോൺഗ്രസ്സുകാർ ഇപ്പം തന്നെ ഷാജിക്ക് സീറ്റ് കൊടുത്ത് റിയാസ് മുക്കോളിക്ക് സീറ്റില്ലാത്തപ്പോൾ 100 കണക്കിന് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തത്. എനിക്ക് അവിടെ നല്ല കണക്ഷൻസ് ഉള്ളതാണ്, അവിടെ മുസ്ലിം ലീഗിനകത്തും കോൺഗ്രസിനകത്തും. അവരൊക്കെ പറയുന്നത് പക്ക വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക് ഇവൻ്റെ യഥാർത്ഥ ചരിത്രം അറിയത്തില്ല. ഇവരെ നാട്ടിൽ പോയിട്ട് ഇവർ അന്വേഷിക്കണം, അല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ ചെല്ലുമ്പോൾ ഈ താരമൂല്യത്തോടുകൂടി കൊണ്ടു നടക്കുക. ഇതാണ് വിഷയം. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് അവനവിടെ സ്വീകാര്യതയില്ല, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സ്വീകാര്യതയില്ല. ഞാനതുകൊണ്ട് വീണ്ടും പറയുന്നു, അടിവരായിട്ട് പറയുന്നു, കോൺഗ്രസ് എന്ന വടവൃക്ഷത്തെ കാർന്നു തിന്നുന്ന ഒരു ഇത്തിൾ കണ്ണിയാണ് ഷാഫി എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ബാക്കിയുള്ളവർ രാഹുൽ ചെയ്തിട്ടുള്ള വൃത്തികേടുകൾക്ക്, ഈ പ്രശോഭി വത്സൻ ചെയ്തിട്ടുള്ള വൃത്തികേടുകൾക്ക് അവർക്ക് ഇതിന് കയ്യും മെയ്യും മറന്ന് അവർക്ക് അൺകണ്ടീഷണലായിട്ട് അൺലിമിറ്റഡായിട്ട് സപ്പോർട്ട് കൊടുത്ത് നിങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എൻ്റെ ഇംഗിതങ്ങൾക്ക് നിങ്ങൾ വഴങ്ങി തന്നാൽ മതി എന്ന ഒരു ഓഫർ വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഷാഫിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി. ഇതിനകത്ത് ഏറ്റവും കാണാമറയത്ത് നിൽക്കുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിലേക്ക് പോയിട്ടുള്ളത് ഷാഫി തന്നെയാണ് എന്ന് ഒരു സംശയമില്ലാതെ ഞാൻ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കും.